ദൈവനാമത്തിന് മഹത്വമുണ്ടാവട്ടെ. ബൈബിൾ അപഗ്രഥന പഠനത്തിൽ ഇന്ന് നാം പഠിക്കുന്നത് ബൈബിളിലെ 42-ാമത്തെ പുസ്തകമായ ലൂക്കോസ് എഴുതിയ സുവിശേഷം. പുതിയ നിയമത്തിൽ 3-ാമത്തെ പുസ്തകമാണ് ലൂക്കോസ് എഴുതിയ സുവിശേഷം, ഗോസ്പൽ അക്കോർഡിംഗ് ടു ലൂക്ക്. ലൂക്കോസ് യേശുവിനെ ലോകരക്ഷകനായും ദൈവം ഇസ്രായേലിന് വാഗ്ദത്തം ചെയ്ത രക്ഷകനായിട്ടുമാണ് അവതരിപ്പിക്കുന്നത്. മനുഷ്യപുത്രനായി വന്ന യേശു ദരിദ്രന്മാരോട് സുവിശേഷം അറിയിക്കുന്നത്, ചുങ്കക്കാരുടെയും പാപികളുടെയും സ്നേഹിതനായിരിക്കുന്നത് ഒക്കെ ലൂക്കോസ് വിവരിക്കുന്നുണ്ട്. അതുകൂടാതെ പാപക്ഷമ, പ്രാർത്ഥന, പരിശുദ്ധാത്മ പ്രവൃത്തി, സുവിശേഷത്തിൽ സ്ത്രീകൾക്കും അശരണർക്കുമുള്ള പങ്ക് മുതലായവയ്ക്ക് ലൂക്കോസ് വലിയ പ്രാധാന്യം നൽകിയിട്ടുമുണ്ട്. യേശുവിനെ മനുഷ്യപുത്രനായി യവനന്മാർക്ക് കാണിച്ചു കൊടുക്കുന്ന ലൂക്കോസ് മനുഷ്യാവതാരം ചെയ്ത യേശു സമ്പൂർണ്ണ മനുഷ്യനായിരുന്നു എന്ന് വ്യക്തമാക്കുന്നു. ഞാൻ മറ്റൊരു വിധത്തിൽ പറയുകയാണെങ്കിൽ ലൂക്കോസിൻ്റെ സുവിശേഷം യേശുവിൻ്റെ മനുഷ്യത്വത്തിൻ്റെ സുവിശേഷമാണ്. ഗോസ്പൽ ഓഫ് ക്രൈസ്റ്റ് മാൻഹുഡ് എന്ന് വേണമെങ്കിൽ ഇംഗ്ലീഷിൽ പറയാം. നമുക്ക് ആദ്യം ലൂക്കോസിനെ ഒന്ന് പരിചയപ്പെടാം. ലൂക്കോസിനെ പരാമർശിക്കുന്ന 3 വാക്യങ്ങൾ പുതിയ നിയമത്തിലുണ്ട്. ആ വാക്യങ്ങളാണ് ലൂക്കോസിനെ കുറിച്ച് നമുക്ക് ഉൾക്കാഴ്ച നൽകുന്നത്. കൊലോസ്യ ലേഖനം 4:4, ഫിലമോൻ എഴുതിയ ലേഖനം 1 അധ്യായമേ ഉള്ളൂ, 24-ാം വാക്യം, 2 തിമോത്തി 4-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യം. ഈ 3 വാക്യങ്ങൾ നോക്കിയാൽ ലൂക്കോസിനെ കുറിച്ച് നമുക്കൊരു ചിത്രം കിട്ടും. ഒന്നാമത് വൈദ്യനായ ലൂക്കോസ്, കൊലോസ്യ ലേഖനം 4:14 അത് വ്യക്തമാക്കുന്നുണ്ട്. വൈദ്യനായ പ്രിയ ലൂക്കോസും എന്നവിടെ നാം വായിക്കുന്നു. വൈദ്യനായ പ്രിയ ലൂക്കോസും, വൈദ്യനായ അദ്ദേഹത്തിൻ്റെ തൊഴിൽ എന്തായിരുന്നു എന്ന വാക്യം വ്യക്തമാക്കുന്നുണ്ട്. ഫിലമോൻ എഴുതിയ ലേഖനം 24-ാം വാക്യത്തിൽ ലൂക്കോസ് പൗലോസിൻ്റെ കൂട്ടുവേലക്കാരനായിരുന്നു എന്ന് നാം കാണുന്നുണ്ട്. എൻ്റെ കൂട്ടുവേലക്കാരനായ ലൂക്കോസ് എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. എൻ്റെ കൂട്ടുവേലക്കാരനായ ലൂക്കോസും. അപ്പം വൈദ്യനായിരുന്നു, പൗലോസിൻ്റെ കൂട്ടുവേലക്കാരനായിരുന്നു. 2 തിമോത്തി 4-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യം വായിക്കുമ്പോൾ പൗലോസിൻ്റെ ജീവിത അന്ത്യം വരെ ലൂക്കോസ് പൗലോസിൻ്റെ കൂടെ ഉണ്ടായിരുന്നു എന്നും വ്യക്തമാകുന്നുണ്ട്. ലൂക്കോസ് മാത്രമേ എന്നോട് കൂടെയുള്ളൂ. അപ്പം കണ്ടോ, ലൂക്കോസ് വൈദ്യനായിരുന്നു, അപ്പോസ്തലനായ പൗലോസിൻ്റെ സന്തത സഹചാരിയായിരുന്നു, ജീവിതാന്ത്യം വരെ പൗലോസിൻ്റെ കൂടെ വിശ്വസ്തയോടെ സുവിശേഷ വേലയിൽ വ്യാപരിച്ച ആളാണ്. അപ്പം അങ്ങനെ കർത്താവിനെക്കുറിച്ച് മനസ്സിലാക്കിയിട്ടാണ് ഒരു ചരിത്രം ചമയ്ക്കുവാനായിട്ട്, ഒരു സുവിശേഷം രചിക്കുവാനായിട്ട് ലൂക്കോസ് തയ്യാറായത്. ലൂക്കോസ് ഈ സുവിശേഷം കൂടാതെ അപ്പോസ്തല പ്രവൃത്തികളും എഴുതിയിട്ടുണ്ട് എന്നറിയാമല്ലോ. അതുകൊണ്ട് അപ്പോസ്തല പ്രവൃത്തി പഠിക്കുമ്പോൾ നമുക്ക് ലൂക്കോസിനെ പിന്നെ പ്രത്യേകിച്ച് പരിചയപ്പെടേണ്ടതായിട്ടില്ല. ഈ 2 പുസ്തകങ്ങളും ഒരാൾക്കാണ് അഭിസംബോധന ചെയ്തിരിക്കുന്നത്. ലൂക്കോസ് 1:1 അപ്പോസ്തല പ്രവൃത്തി 1:1 വായിക്കുകയാണെന്നുണ്ടെങ്കിൽ ശ്രീമാനായ തെയോഫിലോസേ എന്ന് പറഞ്ഞിട്ടാണ് ആ പുസ്തകം തുടങ്ങുന്നത്. നമുക്ക് ഒന്നാം വാക്യം വായിക്കാം. 1:1 ശ്രീമാനായ തെയോഫിലോസേ. ശ്രീമാനായ തെയോഫിലോസേ. എന്നിട്ട് അദ്ദേഹം ഇത് എഴുതാനുണ്ടായ സാഹചര്യം തുടർന്ന് അടുത്ത 2 ലൈനുകൾ വായിക്കുകയാണെങ്കിൽ, ആദ്യം മുതൽ കണ്ട സാക്ഷികളും വചനത്തിന്റെ ശുശ്രൂഷകന്മാരുമായവർ നമ്മെ ഭരമേൽപ്പിച്ചതുപോലെ നമ്മുടെ ഇടയിൽ പൂർണ്ണമായി പ്രമാണിച്ചു വരുന്ന കാര്യങ്ങളെ വിവരിക്കുന്ന ഒരു ചരിത്രം ചമപ്പാൻ പലരും തുനിഞ്ഞിരിക്കുന്നുണ്ട്. നിനക്ക് ഉപദേശം ലഭിച്ചിരിക്കുന്ന വാർത്തയുടെ നിശ്ചയം നീ അറിയേണ്ടതിന് അത് ക്രമമായി എഴുതുന്നത് നന്നെന്ന് ആദ്യം മുതൽ സകലവും സൂക്ഷ്മമായി പരിശോധിച്ചിട്ട് എനിക്കും തോന്നിയിരിക്കുന്നു. അവയെല്ലാം ആദ്യം മുതൽ സൂക്ഷ്മമായി പരിശോധിച്ചിട്ട് ഒരു ക്രമത്തിൽ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ജീവചരിത്രം ശ്രീമനായ തെയോഫിലോസിന് വേണ്ടി രചിക്കുകയാണ് ലൂക്കോസ് ചെയ്തിരിക്കുന്നത്. അപ്പോസ്തല പ്രവൃത്തി 1:1 നമ്മൾ ശ്രീമനായ തെയോഫിലോസ് എന്നുള്ള വിളി കാണാം. അപ്പോൾ ഈ 2 പുസ്തകങ്ങളും ഒരാളെ കണ്ടുകൊണ്ടാണ്, അല്ലെങ്കിൽ ഒരു കൂട്ടം ആളുകളെ, യവനന്മാരാണ് തൻ്റെ മുമ്പിലുള്ളത് എങ്കിലും ഒരാളെ അഡ്രസ്സ് ചെയ്തുകൊണ്ടാണ്. അപ്പോസ്തല പ്രവൃത്തി 1:1 തെയോഫിലോസേ, ഞാൻ എഴുതിയ 1-ാമത്തെ ചരിത്രം. അപ്പം അത്രയും മതിയല്ലോ. 1-ാമത്തെ ചരിത്രം ലൂക്കോസിൻ്റെ സുവിശേഷം. അത് കർത്താവിൻ്റെ സ്വർഗാരോഹണത്തിന് ശേഷമുള്ള 2-ാമത്തെ ചരിത്രമാണ് അപ്പോസ്തല പ്രവൃത്തികൾ. ലൂക്കോസിനെ കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്. വേദപുസ്തക രചയിതാക്കൾ എല്ലാവരും തന്നെ യഹൂദന്മാരാണ്. എന്നാൽ യഹൂദനല്ലാത്ത ഏക വേദപുസ്തക രചയിതാവ് ലൂക്കോസാണ് എന്ന് ഓർത്തിരിക്കുക. പുസ്തകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശം 19-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യമാണ്. കാണാതെ പോയതിനെ തിരഞ്ഞ് രക്ഷിപ്പാനല്ലോ മനുഷ്യപുത്രൻ വന്നത്. 19-ാം അധ്യായത്തിൻ്റെ
10-ാം വാക്യത്തിൽ നമ്മിങ്ങനെയാണ് വായിക്കുന്നത്: കാണാതെ പോയതിനെ തിരഞ്ഞു രക്ഷിപ്പാനല്ലോ മനുഷ്യപുത്രൻ വന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട വാക്ക് മനുഷ്യപുത്രൻ എന്നുള്ളതാണ്. അപ്പോൾ യേശുവിനെ അവിടെ മനുഷ്യപുത്രനായിട്ടാണ് അവതരിപ്പിക്കുന്നത്. 23-ാം അധ്യായം നമ്മൾ നോക്കുകയാണെങ്കിൽ 23-ാം അധ്യായത്തിൻ്റെ 47-ാം വാക്യത്തിൽ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശീകരണവും മരണവും ഒക്കെ പ്രാണനെ വിടുന്നതൊക്കെ കണ്ടപ്പോൾ പല ആളുകൾ പല അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഒരു ശതാധിപൻ ഇവൻ സാക്ഷാൽ ദൈവപുത്രനായിരുന്നു എന്ന് പറഞ്ഞത് നമ്മൾ വേറൊരു സുവിശേഷത്തിൽ വായിക്കുന്നുണ്ട്. എന്നാൽ 23-ന്റെ 47-ാം വാക്യം വായിക്കുമ്പോൾ യേശു പ്രാണനെ വിട്ടപ്പോൾ ശതാധിപൻ പറഞ്ഞത് എന്താണ്? ഈ സംഭവിച്ചത് ശതാധിപൻ കണ്ടിട്ട് ഈ മനുഷ്യൻ വാസ്തവമായി നീതിമാനായിരുന്നു എന്ന് പറഞ്ഞു. ഈ മനുഷ്യൻ കണ്ടോ, ഈ മനുഷ്യൻ, ആ പ്രയോഗമാണ് കാണേണ്ടത്. മനുഷ്യപുത്രൻ, ഈ മനുഷ്യൻ വാസ്തവമായി നീതിമാനായിരുന്നു. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ മനുഷ്യത്വത്തെക്കുറിച്ചാണ് ലൂക്കോസ് ഊന്നൽ കൊടുത്ത് ഈ സുവിശേഷം രചിച്ചിരിക്കുന്നത്. എന്താണ് അതിൻ്റെ കാരണം എന്ന് ചോദിച്ചാൽ, നമ്മൾ വേദപുസ്തകത്തിൻ്റെ മറ്റ് ചില വാക്യങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ, മറ്റു പല ഭാഗങ്ങൾ നോക്കുകയാണെങ്കിൽ, എബ്രായ ലേഖന കർത്താവ് ചില വാക്യങ്ങൾ ഇതിനോടുള്ള ബന്ധത്തിൽ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് എബ്രായ ലേഖനത്തിൽ നിന്ന് ചില വാക്യങ്ങൾ നോക്കിയാൽ, എബ്രായ ലേഖനം 2:17 സകലത്തിലും തൻ്റെ സഹോദരന്മാരോട് സദൃശനായിത്തീരുവാൻ ആവശ്യമായിരുന്നു. 2:17 എബ്രായ സകലത്തിലും തന്റെ സഹോദരന്മാരോട് സദൃശനായി തീരുവാൻ ആവശ്യമായിരുന്നു. ജീസസ് വാസ് മെയ്ഡ് ലൈക്ക് അണ്ട് ഹിസ് ബ്രദറൻ. സഹോദരന്മാരോട് സദൃശനായി തീരേണ്ടത് ആവശ്യമായിരുന്നു. 4-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യത്തിൽ സർവത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവനത്രേ നമുക്കുള്ളത്. ടെംപ്റ്റഡ് ലൈക്ക് ആസ് വി ആർ. നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിക്കുവാൻ കഴിയാത്തവനല്ല, പാപമൊഴികെ സർവത്തിലും നമുക്ക് തുല്യനായി പരീക്ഷിക്കപ്പെട്ടവനത്രേ നമുക്കുള്ളത്. 2 ഭാഗങ്ങളും പ്രധാനപ്പെട്ടതാണ്. ഞാൻ ആദ്യം പറഞ്ഞത് സർവത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവൻ. എന്നാൽ അതിൻ്റെ ആ വാക്യം തുടങ്ങുന്നത് നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയുന്നവൻ. ഹി ക്യാൻ ബി ടച്ച്ഡ് വിത്ത് ദ ഫീലിങ്സ് ഓഫ് അവർ ഇൻഫർമിറ്റീസ്. നമ്മുടെ ബലഹീനതകളുടെ ശക്തി അവന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. വേറെ തരത്തിൽ പറഞ്ഞാൽ അവൻ നമ്മുടെ ചാർച്ചക്കാരനായ വീണ്ടെടുപ്പുകാരനാണ്. ഉയർപ്പിലും സ്വർഗാരോഹണത്തിലും ഒക്കെ മനുഷ്യൻ്റെ ആ മനുഷ്യത്വത്തിനാണ് ലൂക്കോസ് ഊന്നൽ നൽകുന്നത്. ലൂക്കോസിന് സുവിശേഷം അവസാന ഭാഗം നോക്കുകയാണെങ്കിൽ, എമ്മൗസ് ഗ്രാമത്തിലേക്ക് പോയ 2 ആളുകളുടെ കൂടെ ചേർന്ന് നടക്കുന്ന ഉയർത്തെഴുന്നേറ്റ കർത്താവ് ഒരു സ്നേഹിതനെ പോലെ ചേർന്ന് നടക്കുന്നത് നമുക്ക് കാണാം. 23-ാം അധ്യായത്തിൻ്റെ 13 മുതൽ 49 വരെയുള്ള വാക്യങ്ങളിലാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. അത് കഴിഞ്ഞ് 42-43 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവരുടെ കൂടെ ഭക്ഷണം കഴിക്കുന്നു, ഒരു വറുത്ത മീനും തേൻകട്ടയും കഴിക്കുന്നു. പിന്നീട് 50 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ കൈ ഉയർത്തി അവരെ അനുഗ്രഹിച്ച് വിട്ടുപിരിഞ്ഞ് സ്വർഗാരോഹണം ചെയ്യുന്നു. നമുക്ക് വേണമെങ്കിൽ 42-43 വാക്യങ്ങളൊന്ന് വായിക്കാം. 24-ാം അധ്യായത്തിൻ്റെ ലൂക്കോസ് 24-ന്റെ 42-43 വാക്യങ്ങൾ. അവർ ഒരു ഖണ്ഡം വറുത്ത മീനും തേൻകട്ടയും അവന് കൊടുത്തു. അത് അവൻ വാങ്ങി അവർ കാണുകെ തിന്നു. കണ്ടോ, അപ്പം ഉയർത്തെഴുന്നേറ്റിട്ടും അവരോട് പൊരുത്തപ്പെടുന്ന 50-51 വാക്യങ്ങളോട് വായിക്കുകയാണെങ്കിൽ, അനന്തരം അവൻ അവരെ ബഥാനിയയോളം കൂട്ടിക്കൊണ്ടുപോയി കൈ ഉയർത്തി അവരെ അനുഗ്രഹിച്ചു. അവരെ അനുഗ്രഹിക്കുകയിൽ അവൻ അവരെ വിട്ടുപിരിഞ്ഞു സ്വർഗാരോഹണം ചെയ്തു. അപ്പം കണ്ടോ, ഒരു 2 സ്നേഹിതന്മാർ തമ്മിൽ പിരിയുന്നത് പോലെ അങ്ങനെയാണ് ലൂക്കോസ് അത് അവതരിപ്പിക്കുന്നത്. അപ്പോൾ ഈ വാക്യങ്ങളെല്ലാം വായിച്ചത് എന്തിനാണെന്ന് ചോദിച്ചാൽ, യേശുവിൻ്റെ മനുഷ്യത്വത്തെയാണ് ലൂക്കോസ് ഊന്നി പറയുന്നത് എന്ന് നാം മനസ്സിലാക്കേണ്ടതിന് ആണ്. പുസ്തകത്തിൽ ആകെ 24 അധ്യായങ്ങളാണുള്ളത്. ആ 24 അധ്യായങ്ങളെ എങ്ങനെയാണ് വിഭജിക്കേണ്ടത്? 4 ഭാഗങ്ങളായിട്ട് വിഭജിക്കാം. 1-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം മുതൽ 4-ന്റെ 13 വരെ, 4-ന്റെ 14 മുതൽ 9-ന്റെ 50 വരെ, 9-ന്റെ 51 മുതൽ 19-ാം അധ്യായത്തിൻ്റെ 44-ാം വാക്യം വരെ, 19-ാം അധ്യായത്തിൻ്റെ 45 മുതൽ 24-ാം അധ്യായം വരെ. ഈ ഓരോ ഭാഗത്തും നാം എന്താണ് ഗ്രഹിക്കേണ്ടതെന്നുള്ളത് ഞാൻ അല്പം കൂടെ വിശദീകരിക്കുകയാണെന്നുണ്ടെങ്കിൽ, 1-ന്റെ 1 മുതൽ 4-ന്റെ 13 വരെ ഒരു ആമുഖമാണ്. അവിടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മാതാപിതാക്കന്മാരാരാണ്, ജനനം എങ്ങനെയായിരുന്നു, ബാല്യം എങ്ങനെയായിരുന്നു, വളർച്ച എങ്ങനെയാണ്, ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. ക്രമമായിട്ട് അദ്ദേഹം പറഞ്ഞതുപോലെ ഇതെല്ലാം പരിശോധിച്ച് എല്ലാം ഭംഗിയായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. രണ്ടാമത് 4-ന്റെ 14 മുതൽ 9-ന്റെ 50 വരെ ഗലീലയിലെ ശുശ്രൂഷയും, 9:51 മുതൽ 19-ന്റെ 44 വരെ ഗലീലയിലെ ശുശ്രൂഷ തികച്ച ശേഷം യെരുശലേമിലേക്ക് യാത്ര ചെയ്യുന്നതും. അപ്പോൾ യെരുശലേമിലേക്കുള്ള യാത്രയാണ് 3-ാം ഭാഗം. 19-ന്റെ 45 മുതൽ 24-ാം അധ്യായം വരെ യേശുക്രിസ്തുവിൻ്റെ ക്രൂശീകരണം, മരണം,
അടക്കം, ഉയർപ്പ്, സ്വർഗാരോഹണം, ഈ കാര്യങ്ങളുമാണ് വിവരിച്ചിരിക്കുന്നത്. അല്പം കൂടെ വിശദീകരിക്കുകയാണെങ്കിൽ നമുക്ക് ഓരോ ഭാഗം ഒന്നുകൂടെ നോക്കാം. ഒന്നാമത്തെ ഭാഗം 1:1 മുതൽ 4:13 വരെയുള്ള ഭാഗം, അവിടെ യേശുവിൻ്റെ ജനനം എന്നാണ് ഞാൻ പറഞ്ഞത് ആദ്യം. എന്നാൽ കുറച്ചുകൂടെ പുറകോട്ട് പോയിട്ട് യോഹന്നാൻ സ്നാപകൻ്റെ ജനനം, യോഹന്നാൻ സ്നാപകൻ്റെ മാതാപിതാക്കന്മാർ, അല്ലേ? വേറെ ആരും അത് വിവരിക്കുന്നില്ല. അത് ലൂക്കോസിൽ നിന്ന് മാത്രമാണ് നമുക്ക് ലഭിക്കുന്നത്. യോഹന്നാൻ സ്നാപകൻ, യേശുവിനെ അവതരിപ്പിക്കുന്നതിന് വന്ന യോഹന്നാൻ സ്നാപകൻ, ദൈവം അയച്ചിട്ട് വന്ന മനുഷ്യൻ, അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾ, ജനനം, പിന്നീട് യേശുവിൻ്റെ മാതാപിതാക്കൾ, യേശുവിൻ്റെ ജനനം, വംശാവലി, ഇടയന്മാരുടെ സന്ദർശനം, യേശുവിനെ ദൈവാലയത്തിൽ കൊണ്ടുവന്ന് സമർപ്പിക്കുന്നത് ശിമ്യോനും ഹന്നായും. ഇതൊക്കെ ലൂക്കോസ് മാത്രമേ പറയുന്നുള്ളൂ എന്നറിയാമല്ലോ. 12-ാം വയസ്സിൽ പെസഹ പെരുന്നാളിന് യെരുശലേമിലേക്ക് പോയത്, ഇങ്ങനെയുള്ള ആ ബാല്യകാലത്തിലുള്ള എല്ലാ സംഭവങ്ങളും ക്രമമായിട്ട് ലൂക്കോസ് പറയുന്നുണ്ട്. അതിൽ യേശുവിൻ്റെ വളർച്ചയെക്കുറിച്ച് പറഞ്ഞ 2 വാക്യങ്ങൾ സുപ്രധാനമാണ്. നമുക്ക് 2-ാം അധ്യായത്തിൻ്റെ 40-ഉം 52-ഉം വാക്യങ്ങൾ വായിക്കാം. 2:40, പൈതൽ വളർന്നു, ജ്ഞാനം നിറഞ്ഞു, ആത്മാവിൽ ബലപ്പെട്ടു പോന്നു, ദൈവകൃപയും അവന്മേൽ ഉണ്ടായിരുന്നു. 52-ാം വാക്യം കൂടെ വായിക്കാം. യേശുവോ ജ്ഞാനത്തിലും വളർച്ചയിലും ദൈവത്തിന്റെയും മനുഷ്യരുടെയും കൃപയിലും മുതിർന്നു വന്നു. അതൊരു വളരെ പ്രധാനപ്പെട്ട വാക്യമാണ്. എങ്ങനെയാണ് ഒരു മനുഷ്യൻ ആത്മീയമായിട്ടും ഭൗതികമായിട്ടും വളരേണ്ടതെന്ന് 4 തരത്തിലുള്ള വളർച്ചകളെക്കുറിച്ച് 2:52 പറയുന്നുണ്ട്. യേശു ജ്ഞാനത്തിൽ വളർന്നു എന്ന് പറഞ്ഞാൽ മാനസിക വളർച്ച ഉണ്ടായി എന്നാണ് അതിൻ്റെ അർത്ഥം. വളർച്ച എന്ന് പറഞ്ഞിരിക്കുന്നതുകൊണ്ട് ശാരീരിക വളർച്ച ഉണ്ടായി എന്നാണ്. മനുഷ്യരുടെ കൃപ എന്ന് പറയുമ്പോൾ സാമൂഹ്യ വളർച്ച. 4-മത് ദൈവത്തിൻ്റെ കൃപ എന്ന് പറയുമ്പോൾ ആത്മീയ വളർച്ച. അപ്പോൾ ഒരാളുടെ വളർച്ചയിൽ ഫിസിക്കൽ ഗ്രോത്ത്, മെൻ്റൽ ഗ്രോത്ത്, സോഷ്യൽ ഗ്രോത്ത് ആൻഡ് സ്പിരിച്വൽ ഗ്രോത്ത്, ഈ 4 കാര്യങ്ങളും മാനസികമായിട്ട്, ശാരീരികമായിട്ട്, സാമൂഹ്യമായിട്ട്, ആത്മീയമായിട്ട്, ഇങ്ങനെയുള്ള എല്ലാ തരത്തിലുമുള്ള വളർച്ച ഒരാൾക്ക് ആവശ്യമാണ്. യേശുവിന് അതൊക്കെ കഴിഞ്ഞു എന്ന ഒരൊറ്റ വാക്യത്തിനകത്ത് ഭംഗിയായിട്ട് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ 3-ാം അധ്യായത്തിൻ്റെ 21, 23 വാക്യങ്ങൾ വായിക്കുമ്പോൾ യേശു സ്നാനം സ്വീകരിക്കുന്നതും പരസ്യ ശുശ്രൂഷയിലേക്ക് 30-ാമത്തെ വയസ്സിൽ വരുന്നതും ഒക്കെ ഭംഗിയായിട്ട് പറഞ്ഞിരിക്കുന്നു. 3:21 നമുക്ക് വായിക്കാം. 3:21, ജനം എല്ലാം സ്നാനമേൽക്കുകയിൽ യേശുവും സ്നാനമേറ്റു പ്രാർത്ഥിക്കുമ്പോൾ. അപ്പൊ യേശു സ്നാനമേറ്റു പ്രാർത്ഥിച്ചു, പരിശുദ്ധാത്മാവ് നിറഞ്ഞു. എന്നിട്ട് 23-ാം വാക്യത്തിൽ പറയുകയാണ്, യേശുവിനെ താൻ പ്രവൃത്തി ആരംഭിക്കുമ്പോൾ ഏകദേശം 30 വയസ്സായിരുന്നു. ഇതെല്ലാം വളരെ കൃത്യമായിട്ട് ലൂക്കോസ് വിവരിക്കുന്നുണ്ട്. കൂടാതെ സ്നാപക യോഹന്നാന്റെ ശുശ്രൂഷ വിവരിക്കുന്നുണ്ട്. ഈ സ്നാനത്തിൻ്റെ തൊട്ട് പിന്നാലെ പരസ്യ ശുശ്രൂഷ ആരംഭിക്കുന്നതിന് മുമ്പ് 4-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ വാക്യങ്ങളിൽ യേശു പ്രലോഭനത്തിന് അല്ലെങ്കിൽ പരീക്ഷകൾക്ക് വിധേയപ്പെടുന്നത് നമുക്ക് കാണാം. 4-ാം അധ്യായത്തിന്റെ 1-ഉം 14-ഉം വാക്യങ്ങൾ പ്രസക്തമാണ്. 1-ാം വാക്യം, യേശു പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി. പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി, കണ്ടോ? എന്നിട്ട് 4:14 പറയുകയാണ്, യേശു ആത്മാവിന്റെ ശക്തിയോടെ. അപ്പൊ ഈ ആത്മാവ് നിറഞ്ഞതിനും ആത്മാവിന്റെ ശക്തി ഉണ്ടായതിനും ഇടയ്ക്കാണ് പ്രലോഭനങ്ങൾ ഇരുന്നതെന്നുള്ള കാര്യം അറിയണം. അതുകൊണ്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം, ആത്മാവ് നിറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പ്രലോഭകൻ അടുത്തു വന്ന് നമ്മളെ പ്രലോഭിപ്പിക്കും. അതിലെല്ലാം ജയം വരിച്ചു കഴിയുമ്പോഴാണ് ആ ആത്മനിറവ് ആത്മശക്തിയായിട്ട് മാറുന്നത്. ഇന്ന് ഒരു വലിയ പ്രശ്നം, ആത്മനിറവ് പലരും അനുഭവിക്കുന്നുണ്ട്, എന്നാൽ അതൊരു ആത്മശക്തിയായിട്ട് പാപത്തെ ജയിക്കുവാൻ, പരീക്ഷണങ്ങളെ ജയിക്കുവാൻ, പ്രതിസന്ധികളെ അതിജീവിക്കുവാൻ ആത്മനിറവ് എന്തായിട്ട് മാറണം? ആത്മശക്തിയായിട്ട് മാറണം. യേശുവിനത് സംഭവിച്ചു എന്നുള്ളത് നാം പ്രത്യേകം ശ്രദ്ധിക്കണം. അതിനുശേഷമാണ് ശുശ്രൂഷ ആരംഭിക്കുന്നത്. രണ്ടാമതായിട്ട് 4:14 മുതൽ 9:50 വരെ താൻ ഗലീലയിലെ ശുശ്രൂഷ നിവർത്തിക്കുന്നതാണ് നാം കാണുന്നത്. 4-ാം അധ്യായം തുടർന്ന് വായിക്കുമ്പോൾ പള്ളിയിൽ ചെന്ന് പ്രസംഗിക്കുന്നു. എന്നിട്ട് തൻ്റെ ദൗത്യം ആരംഭിക്കുകയാണ്, ദൈവവചനത്തിന് തിരുവഴുത്തിന് നിവൃത്തി വരികയാണ് എന്ന് പ്രസ്താവിക്കുന്നു. 5-ാം അധ്യായത്തിൽ പത്രോസുമായിട്ടുള്ള ഒരു അഭിമുഖമാണ്. പത്രോസിന് ഒരു പെരുത്ത മീൻകൂട്ടം ലഭിക്കുന്നു. അതുവഴി അവൻ്റെ ജീവിതത്തിന് രൂപാന്തരം വരുന്നു. 6-ാം അധ്യായത്തിൽ 12 ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുന്നു. 7-ാം അധ്യായത്തിൽ നയനിലെ വിധവയുടെ മകനെ ഉയർപ്പിക്കുന്നു. 9-ാം അധ്യായത്തിൽ മറുരൂപമല്ല. അങ്ങനെ ആണ് ആ ഗലീലയിലെ ശുശ്രൂഷ മുന്നോട്ട് പോകുന്നത്. ഗലീലയിലെ ശുശ്രൂഷ തീരുന്ന സമയത്ത് കർത്താവ് ഊന്നി പറയുന്നൊരു കാര്യം ക്രൂശീകരണത്തെക്കുറിച്ചാണ്. എൻ്റെ അർത്ഥം, ക്രൂശീകരണം യേശു അറിഞ്ഞിരുന്നു എന്നുള്ളതാണ്, അറിയാതെ സംഭവിച്ചൊരു കാര്യമല്ല. നമുക്ക് 9-ാം അധ്യായത്തിൻ്റെ 22, 31, 43, 45 വാക്യങ്ങൾ വായിക്കാം. 9:22, മനുഷ്യപുത്രൻ പലതും സഹിക്കുകയും മൂപ്പന്മാർ
മഹാപുരോഹിതന്മാർ, ശാസ്ത്രികൾ എന്നിവർ അവനെ തള്ളിക്കളഞ്ഞു കൊല്ലുകയും അവൻ 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കുകയും വേണം. 31 വാക്യം വായിക്കാം. അവർ തേജസ്സിൽ പ്രത്യക്ഷരായി അവൻ യെരൂശലേമിൽ പ്രാപിപ്പാനുള്ള നിര്യാണത്തെ കുറിച്ച് സംസാരിച്ചു. 44 വാക്യം വായിക്കാം. 44 വാക്യം. നിങ്ങൾ ഈ വാക്ക് ശ്രദ്ധിച്ചു കേട്ടുകൊള്ളുവിൻ, മനുഷ്യപുത്രൻ മനുഷ്യരുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെടുവാൻ പോകുന്നു എന്ന് പറഞ്ഞു. അപ്പൊ ഈ ഗലീലയിൽ ശുശ്രൂഷ തികച്ച് താൻ യെരുശലേമിലേക്ക് യാത്ര ചെയ്യാൻ പോകുമ്പോൾ അവിടെ ക്രൂശീകരണമുണ്ട്. അവനെ പിടിക്കും, അവനെ കൊല്ലും, അവനെ അടക്കും, അവൻ ഉയർത്തെഴുന്നേൽക്കും. ഈ കാര്യങ്ങളൊക്കെ യേശുവിന് അറിയാമായിരുന്നു. അത് ശിഷ്യന്മാരോട് പങ്കുവെക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ പിന്നാലെയാണ് 9:51 മുതൽ 19:44 വരെയുള്ള യെരുശലേമിലേക്കുള്ള യാത്ര എന്ന് പറയുന്ന കാര്യം കിടക്കുന്നത്. യേശു യെരുശലേമിലേക്ക് യാത്ര ചെയ്തത് ഇപ്പം ഞാൻ പറഞ്ഞതുപോലെ ക്രൂശീകരണത്തിന് വേണ്ടിയാണ്. അതുകൊണ്ട് ക്രൂശീകരണത്തിന് വേണ്ടി ഒരു അറിയാതെ പോയി അങ്ങ് പെടുക അല്ല ചെയ്തത്. 9-ാം അധ്യായത്തിൻ്റെ 51-ാം വാക്യത്തിൽ നാം വായിക്കുന്നത് അവൻ മനസ്സുറപ്പിച്ചു എന്നാണ്. അങ്ങോട്ട് പോകാനായിട്ട് മനസ്സ് ഉറപ്പിച്ചു. 9:51 അവന്റെ ആരോഹണത്തിനുള്ള കാലം തികയാറായപ്പോൾ അവൻ യെരൂശലേമിലേക്ക് യാത്രയാവാൻ മനസ്സുറപ്പിച്ചു. താൻ മനസ്സുറപ്പിച്ച് ഈ തൻ്റെ ക്രൂശീകരണത്തിന് വേണ്ടി നിശ്ചയദാർഢ്യത്തോടെ. ഇതിനെക്കുറിച്ച് പ്രവാചകൻ യെശയ്യാവ് 50:7 പറഞ്ഞിരിക്കുന്നത് അവൻ തൻ്റെ മുഖം തീക്കല്ലുപോലെ ആക്കിയെന്നാണ്. അപ്പോൾ എന്ന് പറഞ്ഞാൽ സ്ട്രോങ് ഡിസിഷൻ. അതിൽ നിന്ന് ആർക്കും അവനെ പിന്തിരിപ്പിക്കുവാനായിട്ട് കഴിയുമായിരുന്നില്ല. എന്നിട്ട് നമുക്ക് ചില വാക്യങ്ങളും കൂടെ നോക്കുകയാണെങ്കിൽ 9-ാം അധ്യായത്തിൽ ഈ തീരുമാനത്തോടെ തന്നെ യാത്ര തുടങ്ങി. 13-ാം അധ്യായത്തിൻ്റെ 22-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവൻ പട്ടണം തോറും ഗ്രാമം തോറും സഞ്ചരിച്ച് യെരുശലേമിലേക്ക് യാത്ര ചെയ്തു എന്ന് നാം വായിക്കുന്നു. അവൻ പട്ടണം തോറും ഗ്രാമം തോറും സഞ്ചരിച്ച് യെരൂശലേമിലേക്ക് യാത്ര ചെയ്തു. 33-ാം വാക്യത്തിൽ നാം വായിക്കുന്നത് ഇന്ന് നാളെയും മറ്റന്നാളും ഞാൻ സഞ്ചരിക്കേണ്ടതാകുന്നു. യെരുശലേമിന് പുറത്തു വെച്ച് ഒരു പ്രവാചകൻ നശിച്ചു പോകുന്നത് അസംഭാവ്യമല്ലോ. എങ്കിലും ഇന്നും നാളെയും മറ്റന്നാളും ഞാൻ സഞ്ചരിക്കേണ്ടതാകുന്നു. യെരൂശലേമിന് പുറത്തു വെച്ച് ഒരു പ്രവാചകൻ നശിച്ചു പോകുന്നത് അസംഭവ്യമല്ലോ. അപ്പൊ യാത്ര കുറച്ച് സമയം എടുക്കുന്നുണ്ട്. യാത്ര ചെയ്താണ് പോകുന്നത്. ആ യാത്രയുടെ വിവരണമാണ് ഈ 9 മുതൽ 19 വരെയുള്ള അധ്യായങ്ങളിൽ. 19-ാം അധ്യായത്തിന്റെ 41-ാം വാക്യത്തിൽ നാം വായിക്കുന്നത് അവൻ നഗരത്തിന് സമീപിച്ചു. ഈ യാത്ര തുടർന്ന് യെരുശലേം നഗരത്തിന് സമീപിക്കുന്നു. അവൻ നഗരത്തിന് സമീപിച്ചപ്പോൾ അപ്പൊ ഈ യാത്രയില് എന്താ സംഭവിച്ചത് എന്ന് ഈ അധ്യായങ്ങൾ കൂടി പോകുമ്പോൾ നമുക്ക് കാണാം. 5 അത്ഭുതങ്ങൾ യേശു ഈ യാത്രയിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. 11-ാം അധ്യായത്തിന്റെ 14-ാം വാക്യം മുതൽ വായിക്കുകയാണെങ്കിൽ ഊമയായ ഒരു ഭൂതത്തെ പുറത്താക്കി. 13-ാം അധ്യായത്തിന്റെ 10 മുതൽ 12 വരെ വായിച്ചാൽ കൂനിയായ ഒരു സ്ത്രീയെ സൗഖ്യമാക്കി. 14:2 മഹോദരമുള്ള ഒരു മനുഷ്യനെ സൗഖ്യമാക്കി. 17:11 മുതൽ 12 വരെ 10 കുഷ്ഠരോഗികളെ സൗഖ്യമാക്കി. 18:35 ഇരുന്നുകൊണ്ട് ഇരുന്നിരുന്ന ഒരു കുരുടന് കാഴ്ച കൊടുത്തു. ഇങ്ങനെയാണ് താൻ സഞ്ചരിച്ചത്. വെറുതെ സഞ്ചരിക്കുകയല്ല, നേരത്തെ പറഞ്ഞതുപോലെ പട്ടണം തോറും ഗ്രാമം തോറും സഞ്ചരിച്ച് അവിടെയുള്ള പ്രശ്നങ്ങളൊക്കെ മനസ്സിലാക്കി അതിന് പരിഹാരം കൊടുത്ത് പോകുന്ന വഴിക്ക് തന്നെ ശിഷ്യന്മാരെ പഠിപ്പിച്ചാണ് സഞ്ചരിച്ചത്. മാത്രമല്ല അവൻ യെരുശലേമിനെ കുറിച്ച് 2 പ്രാവശ്യം വിലപിക്കുന്നുണ്ട്. അത് തീർച്ചയായിട്ടും വായിക്കേണ്ടതാണ്. യെരുശലേമിന് സംഭവിക്കാൻ പോകുന്ന വിപത്തുകളെ കുറിച്ച് മുൻ കണ്ടുകൊണ്ട് 13:34 19:41 മുതലുമാണ് വായിക്കേണ്ടത്. ഒന്നാമത് 13:34 യെരൂശലേമേ യെരൂശലേമേ പ്രവാചകന്മാരെ കൊല്ലുകയും നിന്റെ അടുക്കൽ അയച്ചിരിക്കുന്നവരെ കല്ലെറിയുകയും ചെയ്യുന്നവളെ, കോഴി തന്റെ കുഞ്ഞുങ്ങളെ ചിറകിന്റെ കീഴിൽ ചേർക്കും പോലെ നിന്റെ മക്കളെ എത്ര വട്ടം ചേർത്തുകൊള്ളുവാൻ എനിക്ക് മനസ്സായിരുന്നു, നിങ്ങൾക്കോ മനസ്സായില്ല. കണ്ടോ, കർത്താവിന് മനസ്സുണ്ടായിരുന്നു, ഇവരതിന് ഒരുങ്ങിയില്ല. വിലപിക്കുകയാണ്. 19-ാം അധ്യായത്തിന്റെ 41 മുതൽ 44 വരെയുള്ള വാക്യങ്ങളിലും ഈ വിലാപം കർത്താവ് ആവർത്തിക്കുന്നത് നമുക്ക് കാണാം. അവൻ നഗരത്തിന് സമീപിച്ചപ്പോൾ അതിനെ കണ്ട് അതിനെക്കുറിച്ച് കരഞ്ഞു. നമ്മൾ നേരത്തെ 41-ാം വാക്യം വായിച്ചത് ഓർക്കുന്നുണ്ടോ? അവൻ നഗരത്തിന് സമീപിച്ചു എന്ന് നേരത്തെ പറഞ്ഞിരുന്നു. അപ്പൊ സമീപിച്ചപ്പോൾ എന്താ ചെയ്തതെന്ന് അന്നേരം പറഞ്ഞില്ല. ഇപ്പൊ കേട്ടാട്ടെ. അതിനെക്കുറിച്ച് അവൻ കരഞ്ഞു. അതിനെക്കുറിച്ച് കരഞ്ഞു. ഈ നാളിൽ നിന്റെ സമാധാനത്തിനുള്ളത് നീയും അറിഞ്ഞുവെങ്കിൽ കൊള്ളാമായിരുന്നു. ഇപ്പോഴോ അത് നിന്റെ കണ്ണിന് മറഞ്ഞിരിക്കുന്നു. നിന്റെ സന്ദർശന കാലം നീ അറിയാഞ്ഞതുകൊണ്ട് നിന്റെ ശത്രുക്കൾ നിനക്ക് ചുറ്റും വാട കോരി നിന്നെ വളഞ്ഞ് 4 പുറത്തും ഞെരുക്കി നിന്നെയും നിന്നിലുള്ള നിന്റെ മക്കളെയും നിലത്ത് തള്ളിയിട്ട് നിങ്ങൾ കല്ലിന്മേൽ കല്ല് ശേഷിക്കാതിരിക്കുന്ന കാലം നിനക്ക് വരും. ഈ വാക്യങ്ങൾ വളരെ ഗൗരവത്തിൽ നാം കാണേണ്ടതാണ്. യേശു യെരുശലേമിനെ കുറിച്ച് വിലപിച്ചുകൊണ്ട് പറഞ്ഞ 2 പ്രധാനപ്പെട്ട കാര്യങ്ങളെങ്കിലും ആ വാക്യത്തിൽ നിങ്ങൾ വായിച്ച വാക്യങ്ങളിൽ നിന്ന് ശ്രദ്ധിക്കണം. ഒന്ന്,
ഈ നാളിൽ നിന്റെ സമാധാനത്തിനുള്ളത് നീ അറിഞ്ഞുവെങ്കിൽ കൊള്ളാമായിരുന്നു. രണ്ടാമത്, നിന്റെ സന്ദർശനകാലം നീ അറിഞ്ഞില്ല എന്ന് പറഞ്ഞ് ശ്രദ്ധിച്ചായിരുന്നോ? അപ്പോൾ കർത്താവ് നമ്മളെ സന്ദർശിക്കുമ്പോഴെങ്കിലും നമുക്കൊന്ന് തിരിച്ചറിയാനായിട്ട് പറ്റണം. യെരുശലേമിനെ കുറിച്ച് മാത്രമല്ല നമ്മളെക്കുറിച്ചും അത് പ്രസക്തമാണ് എന്ന് ഓർക്കുക. നമുക്ക് മുമ്പോട്ട് പോകാം. നാലാമത്തെ ഭാഗം എന്ന് പറയുന്നത് 19:45 മുതൽ 24 അധ്യായം വരെയാണ്. ഈ ഭാഗത്താണ് കർത്താവ് യേശുക്രിസ്തുവിൻ്റെ ക്രൂശീകരണം, അടക്കം, ഉയർപ്പ്, യേശുവിനെ ക്രൂശിക്കുന്നു, മരിക്കുന്നു, അടക്കുന്നു, ഉയർത്തെഴുന്നേൽക്കുന്നു, സ്വർഗാരോഹണം ചെയ്യുന്നു. ഈ കാര്യങ്ങളെല്ലാം വിവരിച്ചിരിക്കുന്നത്. യേശു ദൈവാലയത്തിൽ വന്നു, അവിടെ വെച്ചാണ് അവനെ പിടിക്കുന്നത്. എന്നിട്ടാണ് ക്രൂശീകരണത്തിനായിട്ട്, മരണത്തിനായിട്ട്, അടക്കത്തിനായിട്ട്, ഉയർത്തെഴുന്നേൽപ്പിനായിട്ട്, സ്വർഗാരോഹണത്തിനായിട്ടൊക്കെ പോകുന്നത്. സ്വർഗാരോഹണം ചെയ്ത കർത്താവ് എമ്മൂസിലേക്ക് പോയ 2 ശിഷ്യന്മാരോടുകൂടി ചേർന്ന് നടന്നത് ലൂക്കോസ് മാത്രമേ റിപ്പോർട്ട് ചെയ്യുന്നുള്ളൂ എന്നുള്ളത് നാം ശ്രദ്ധിക്കേണ്ടതാണ്. മാത്രമല്ല, ഇതിനു മുമ്പ് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതുപോലെ ഓരോ സുവിശേഷവും അവസാനിക്കുന്നത് പ്രത്യേക തരത്തിലാണ്. മത്തായി ഉയർപ്പിനെക്കുറിച്ച് പറഞ്ഞ് നിർത്തിയെങ്കിൽ മർക്കോസ് സ്വർഗാരോഹണത്തെക്കുറിച്ച് പറഞ്ഞ് നിർത്തി. എന്നാൽ ലൂക്കോസ് ഇതാ പിതാവ് വാഗ്ദത്തം ചെയ്തതിനെക്കുറിച്ച്, ഉയരത്തിൽ നിന്നുള്ള ശക്തിയെക്കുറിച്ച് പറഞ്ഞാണ് നിർത്തുന്നത്. 24 അധ്യായത്തിൻ്റെ 44 മുതലുള്ള വാക്യങ്ങൾ നാം പരിശോധിക്കുമ്പോൾ, നിങ്ങൾ കാത്തിരിക്കണം, പിതാവ് വാഗ്ദത്തം ചെയ്തതിനെ ഞാൻ നിങ്ങളുടെ മേൽ അയക്കും, ഉയരത്തിൽ നിന്നുള്ള ശക്തി നിങ്ങളുടെ മേൽ വരും, അത് നിങ്ങൾ ധരിക്കണം എന്നൊക്കെ കർത്താവ് പറയുന്നത് നമുക്ക് കാണാം. നമുക്ക് ആ വാക്യങ്ങൾ വേണമെങ്കിൽ വായിക്കാം. 48, 49 വാക്യങ്ങൾ വായിക്കാം. എന്റെ പിതാവ് വാഗ്ദത്തം ചെയ്തതിനെ ഞാൻ നിങ്ങളുടെ മേൽ അയക്കും. ഉണ്ടോ? എന്റെ പിതാവ് വാഗ്ദത്തം ചെയ്തതിനെ ഞാൻ നിങ്ങളുടെ മേൽ അയക്കും. നിങ്ങളോ ഉയരത്തിൽ നിന്ന് ശക്തി ധരിക്കുവോളം നഗരത്തിൽ പാർക്കുവിൻ എന്നും അവരോട് പറഞ്ഞു. അപ്പൊ ഈ കാര്യം പറഞ്ഞാണ് ഈ സുവിശേഷം അവസാനിപ്പിക്കുന്നത്. ഇനി നമുക്ക് ഒരു കാര്യം കൂടെ അറിയാവുന്നുണ്ട്. അപ്പോസ്തല പ്രവൃത്തി അറിയാവുന്നത് കൊണ്ട്, അപ്പോസ്തല പ്രവൃത്തി ലൂക്കോസ് എഴുതിയതാണല്ലോ, അതെവിടുന്നാണ് തുടങ്ങുന്നത്? ഈ ശക്തി അവരുടെ മേൽ വരുന്നത് പറഞ്ഞുകൊണ്ടാണ്. അങ്ങനെയാണ്. അപ്പോൾ അത് രണ്ടും കൂടെ ചേർത്ത് വായിച്ചാൽ, ലൂക്കോസും അപ്പോസ്തല പ്രവൃത്തിയും കൂടെ ചേർത്ത് വായിക്കുകയാണെങ്കിൽ കാര്യങ്ങൾ ഗ്രഹിക്കാൻ എളുപ്പമുണ്ട്. നിങ്ങൾ പിതാവിനോട് കേട്ട വാഗ്ദത്തത്തിനായിട്ട് കാത്തിരിക്കണമെന്നും ഉയരത്തിൽ നിന്ന് ശക്തി ധരിക്കുവോളം നഗരത്തിൽ പാർക്കണമെന്നും ഇത് തന്നെയാണ് അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത്. അവരതിനുവേണ്ടി കാത്തിരുന്നു, ആ ശക്തി പ്രാപിച്ചു, അവൻ്റെ സാക്ഷികളാകുന്നതിനായിട്ട് അവർ മുന്നോട്ട് വന്ന് പ്രവർത്തനം നടത്തുന്നതാണ് അപ്പോസ്തല പ്രവൃത്തിയിൽ കാണുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ലൂക്കോസിൻ്റെ സുവിശേഷം അവസാനിക്കുന്നതെന്ന് ഓർക്കുക. ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ ദർ ആർ സം സ്പെഷ്യൽ അട്രാക്ഷൻസ്, ചില പ്രത്യേകതകൾ നമുക്ക് കാണാനുണ്ട്. അതിൽ ചിലതും കൂടെ നമുക്ക് നോക്കാം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ലൂക്കോസിൻ്റെ സുവിശേഷം യേശുക്രിസ്തുവിൻ്റെ പ്രാർത്ഥനാ ജീവിതത്തിന് കൊടുക്കുന്ന പ്രാധാന്യമാണ്. ഒരു 10 റെഫറൻസുകളെങ്കിലും യേശു പ്രാർത്ഥിച്ചതിനെക്കുറിച്ചുണ്ട്. ഞാൻ ആ വാക്യങ്ങൾ നിങ്ങളെ ഓർമ്മപ്പെടുത്താം. 3-ാം അധ്യായത്തിൻ്റെ 21-ാം വാക്യത്തിൽ യേശു സ്നാനമേറ്റു പ്രാർത്ഥിച്ചു. 5-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യത്തിൽ യേശു നിർജ്ജന ദേശത്ത് വാങ്ങിപ്പോയി പ്രാർത്ഥിച്ചു. 6-ന്റെ 12-ൽ പ്രാർത്ഥനയിൽ രാത്രി കഴിച്ചു. 9-ന്റെ 18-ൽ അവൻ തനിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. 9-ന്റെ 28-ൽ പ്രാർത്ഥിപ്പാൻ മലയിൽ കയറിപ്പോയി. 9-ന്റെ 29-ൽ പ്രാർത്ഥിക്കുമ്പോൾ മുഖത്തിൻ്റെ ഭാവം മാറി ഉടുപ്പ് മിന്നുന്ന വെള്ളയായി തീർന്നു. 11-ന്റെ 1-ൽ അവനൊരു സ്ഥലത്ത് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. 22-ാം അധ്യായത്തിൻ്റെ 31 മുതൽ 32 വരെയുള്ള വാക്യങ്ങളിൽ യേശു പത്രോസിന് വേണ്ടി പ്രാർത്ഥിച്ചു. 22-ാം അധ്യായത്തിൻ്റെ 44-ാം വാക്യത്തിൽ യേശു പ്രാണവേദനയിലായി അതിശ്രദ്ധയോടെ ഗെത്സമന തോട്ടത്തിൽ വെച്ച് പ്രാർത്ഥിച്ചു. ക്രൂശിൽ കിടന്നുകൊണ്ട് 23-ന്റെ 34-ൽ പിതാവേ, ഇവർ ചെയ്യുന്നത് ഇന്നതെന്ന് അറിയായതുകൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ എന്ന് ആദ്യം ക്രൂശിൽ നിന്ന് ഫസ്റ്റ് അട്രൻസ് ഓൺ ദ ക്രോസ് എന്ന് വേണമെങ്കിൽ പറയാം, ഒരു പ്രാർത്ഥനയാണ്. ലാസ്റ്റ് അട്രൻസും 23-ന്റെ 46-ൽ പിതാവേ, ഞാൻ എൻ്റെ ആത്മാവിനെ തൃക്കൈയിൽ ഭരമേൽപ്പിക്കുന്നു. അപ്പോൾ ഈ 10 പ്രാർത്ഥനകൾ കൊടുത്തിരിക്കുന്നത് യേശുവിൻ്റെ പ്രാർത്ഥന. മനുഷ്യനായ യേശു, മനുഷ്യത്വമാണല്ലോ ഊന്നി പറയുന്നത്, പ്രാർത്ഥനയ്ക്ക് പ്രാധാന്യം കൊടുത്തു. അങ്ങനെയാണെങ്കിൽ നമ്മളും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മാതൃക പിന്തുടർന്ന് പ്രാർത്ഥിക്കുന്നവരായിരിക്കണം എന്ന് ഓർക്കുക. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, പ്രാർത്ഥനയെക്കുറിച്ച് യേശു ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ചു. അപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുന്നവരായിരിക്കണം, പ്രാർത്ഥന പഠിക്കുന്നവരായിരിക്കണം. പഠിപ്പിച്ച കാര്യങ്ങൾ പറയട്ടെ. 11-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങളിൽ ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമെന്ന് പറഞ്ഞപ്പോൾ കർത്താവിൻ്റെ പ്രാർത്ഥന എന്നറിയപ്പെടുന്ന, വാസ്തവത്തിൽ ശിഷ്യന്മാരുടെ പ്രാർത്ഥനയാണ്, കർത്താവ് പഠിപ്പിച്ചതാണ്. ആ പ്രാർത്ഥന 11-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ 4 വാക്യങ്ങളിലുണ്ട്. 11-ാം അധ്യായത്തിൻ്റെ 5 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിൽ അർദ്ധരാത്രിക്ക് അപ്പം തേടി വന്ന ഒരു സ്നേഹിതൻ്റെ ഉപമ പറഞ്ഞ് പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയാണ് എന്ന് ഓർമ്മപ്പെടുത്തി. 18-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിൽ മടുത്തു പോകാതെ എപ്പോഴും പ്രാർത്ഥിക്കണം എന്നുള്ളതിനൊരു ഉപമ പറഞ്ഞു, ഒരു വിധവയും ഒരു അനീതിയുള്ള ന്യായാധിപനും. അതുപോലെ തന്നെ 18-ാം അധ്യായത്തിൻ്റെ 9 മുതൽ 14 വരെയുള്ള വാക്യങ്ങളിൽ
നാം പ്രാർത്ഥിക്കാൻ നിൽക്കുമ്പോൾ താഴ്മയുള്ളവരായിരിക്കണം. നമ്മൾ നീതിമാന്മാരെന്ന് ധരിച്ച് മറ്റുള്ളവരെ ധിക്കരിക്കുന്ന പ്രാർത്ഥന പാടില്ല. ചുങ്കക്കാരനും പരീശനും പ്രാർത്ഥിക്കാൻ പോയ കാര്യം കർത്താവ് പഠിപ്പിച്ചു. 21 അധ്യായത്തിൻ്റെ 36 വാക്യത്തിൽ സദാകാലവും ഉണർന്നും പ്രാർത്ഥിച്ചും കൊണ്ടിരിപ്പീൻ എന്ന് പഠിപ്പിച്ചു. 22 അധ്യായത്തിൻ്റെ 40 വാക്യത്തിൽ പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ പ്രാർത്ഥിപ്പീൻ എന്നും 46 വാക്യത്തിൽ പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ എഴുന്നേറ്റ് പ്രാർത്ഥിപ്പീൻ. മനസ്സിലായോ? പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ പ്രാർത്ഥിപ്പീൻ, ഉറക്കം വന്നുപോയെങ്കിൽ എഴുന്നേറ്റ് പ്രാർത്ഥിക്കണം. അതാ പ്രാർത്ഥനയെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ പ്രാർത്ഥിച്ചു, പ്രാർത്ഥന പഠിപ്പിച്ചു. മൂന്നാമതായിട്ട് മറ്റൊരു സവിശേഷത, ഈ പുസ്തകത്തിൽ ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ പരിശുദ്ധാത്മാവിന് വലിയ പ്രാധാന്യം കൊടുത്തിരിക്കുന്നു. കാരണം മനുഷ്യർക്ക് പരിശുദ്ധാത്മ നിറവും കൃപയും ഇല്ലാതെ ഒന്നും ചെയ്യാനായിട്ട് കഴിയുകയില്ല. അതുകൊണ്ട് പരിശുദ്ധാത്മാവിന് ലൂക്കോസ് നൽകിയിരിക്കുന്ന പ്രാധാന്യം വളരെ വലുതാണ്. നമുക്കതൊന്ന് ഓടിച്ചു നോക്കുകയാണെങ്കിൽ 1 അധ്യായത്തിൻ്റെ 15 വാക്യത്തിൽ യോഹന്നാൻ സ്നാപകൻ ഗർഭപാത്രത്തിൽ തന്നെ ആത്മാവ് നിറഞ്ഞു. 1:35 മറിയോട് പറയുകയാണ്, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതിൻ്റെ ശക്തി നിന്റെ മേൽ നിഴലിടും. 1:41 എലിസബത്തിനെ കുറിച്ച് പറയുകയാണ്, എലിസബത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു. 1:80 നാം വായിക്കുന്നത് യോഹന്നാൻ സ്നാപകനെ കുറിച്ചാണ്, പൈതൽ വളർന്ന് ആത്മാവിൽ ബലപ്പെട്ടു. 2 അധ്യായത്തിൻ്റെ 27 വാക്യത്തിൽ ശിമയോൻ ആത്മനിയോഗത്താൽ ദൈവാലയത്തിൽ ചെന്നു. 2:40 യേശുവിനെ കുറിച്ച് പറയുകയാണ്, പൈതൽ വളർന്നു ആത്മാവിൽ ബലപ്പെട്ടു പോന്നു. 3 അധ്യായത്തിൻ്റെ 16 വാക്യത്തിൽ യേശു ക്രിസ്തുവിനെ കുറിച്ച് യോഹന്നാൻ സ്നാപകൻ പറഞ്ഞു, അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവ് കൊണ്ടും തീ കൊണ്ടും സ്നാനം കഴിപ്പിക്കും. 3:22 യേശു സ്നാനമേറ്റു പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ദേഹരൂപത്തിൽ പ്രാവ് എന്ന പോലെ അവൻ്റെ മേൽ ഇറങ്ങി വന്നു. 4:1 നമ്മൾ നേരത്തെ വായിച്ചതാണ്, യേശു പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി. 4:14 യേശു ആത്മാവിൻ്റെ ശക്തിയോടെ ഗലീലയിലേക്ക് മടങ്ങിച്ചെന്നു. 4:18 കർത്താവ് എന്നെ അഭിഷേകം ചെയ്യുകയാൽ അവൻ്റെ ആത്മാവ് എൻ്റെ മേൽ ഉണ്ട്. 10:21 ആ നാഴികയിൽ അവൻ പരിശുദ്ധാത്മാവിൽ ആനന്ദിച്ചു. 11:13 തന്നോട് യാചിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ എത്ര അധികം. 12:12 പറയേണ്ടത് പരിശുദ്ധാത്മാവ് ആ നാഴികയിൽ തന്നെ നിങ്ങളെ പഠിപ്പിക്കും. 24:19 പ്രവൃത്തിയിലും വാക്കിലും ശക്തിയുള്ള പ്രവാചകനായ യേശു, ആത്മാവിൻ്റെ നിറവിലാണ് പ്രവൃത്തിയിലും വാക്കിയിലും ശക്തിയുള്ള പ്രവാചകനായത്. 24:49 പറഞ്ഞു, ഉയരത്തിൽ നിന്ന് ശക്തി ധരിക്കുവോളം. അപ്പോൾ 1 അധ്യായം മുതൽ താഴോട്ട് നമ്മൾ വായിക്കുമ്പോൾ 24 അധ്യായം വരെയും പരിശുദ്ധാത്മാവിന് വലിയ പ്രാധാന്യം ലൂക്കോസ് നൽകിയിരിക്കുന്നു. ഇനി മറ്റൊരു കാര്യം, ലൂക്കോസിൽ മാത്രമുള്ള ചില ഉപമകളുണ്ട്, അത് നാം ശ്രദ്ധിക്കേണ്ടതാണ്. 7 അധ്യായത്തിൻ്റെ 41 മുതൽ 50 വരെ 2 കടക്കാരുടെ ഉപമ. 10 അധ്യായത്തിൻ്റെ 30 മുതൽ 37 വരെ നല്ല ശമരിയാക്കാരൻ്റെ ഉപമ. 14 അധ്യായത്തിൻ്റെ 16 മുതൽ 24 വരെ ഒരു മനുഷ്യൻ വലിയൊരു അത്താഴം ഒരുക്കിയിട്ട് ആളുകൾ ഒഴികഴിവ് പറഞ്ഞ് മാറിക്കളഞ്ഞത്. ഞാനൊരു നിലം വാങ്ങിയിരിക്കുന്നു, 5 കാളയെ കൊണ്ടിരിക്കുന്നു, വിവാഹം കഴിച്ചിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ഫീൽഡ്, ഫോക്ക് ആൻഡ് ഫാമിലി ഓരോ ഒഴികഴിവ് പറഞ്ഞ് മാറിപ്പോകുന്ന ഉപമ. 15 അധ്യായത്തിൻ്റെ 8 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിൽ കാണാതെ പോയ ബ്രഹ്മയെക്കുറിച്ചുള്ള ഉപമ. 15 അധ്യായത്തിൻ്റെ 11 മുതൽ 32 വരെ കാണാതെ പോയ മകൻ അഥവാ മുടിയനായ പുത്രൻ, ധൂർത്തുപുത്രൻ, അതിനെക്കുറിച്ചുള്ള ഉപമ. 18 അധ്യായത്തിൻ്റെ 9 മുതൽ 14 വരെയുള്ള വാക്യങ്ങളിൽ ചുങ്കക്കാരനും പരീശനും പ്രാർത്ഥിക്കാൻ പോയത്. ഇങ്ങനെ ലൂക്കോസ് മാത്രം എടുത്തു പറയുന്ന ഉപമകൾ നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. 5-മതായിട്ട് മറ്റൊരു കാര്യം കൂടി ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നത്, നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു, ലൂക്കോസ് തൻ്റെ സുവിശേഷത്തിൽ സ്ത്രീകൾക്ക് വലിയ പ്രാധാന്യം നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ സ്ത്രീകൾക്ക് നൽകിയിരിക്കുന്ന പ്രാധാന്യം കൂടെ നമുക്കൊന്ന് നോക്കാം. 1 അധ്യായത്തിൻ്റെ 5 വാക്യത്തിൽ എലിസബത്ത്, യോഹന്നാൻ സ്നാപകൻ്റെ അമ്മ നാം കാണുന്നു. 1 അധ്യായത്തിൻ്റെ 26 മുതൽ 27 വരെയുള്ള വാക്യങ്ങളിൽ യേശുവിൻ്റെ അമ്മയായ മറിയയെ നാം കാണുന്നു. 2 അധ്യായത്തിൻ്റെ 36 മുതൽ 38 വരെയുള്ള വാക്യങ്ങളിൽ രാവും പകലും പ്രാർത്ഥന കഴിച്ച് ആരാധന ചെയ്തു പോന്ന ഹന്ന എന്ന് പറയുന്ന സ്ത്രീയെ നാം കാണുന്നു. 7 അധ്യായത്തിൻ്റെ 37 മുതൽ ഉള്ള വാക്യങ്ങളിൽ പട്ടണത്തിലെ പാപിയായ സ്ത്രീ, പാപം ക്ഷമിച്ചു കിട്ടിയ ആ സ്ത്രീയെക്കുറിച്ച്. 8 അധ്യായത്തിൻ്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. 8 അധ്യായത്തിൻ്റെ 1 മുതൽ 3 വരെ പല സ്ത്രീകളെക്കുറിച്ചാണ് പറയുന്നത്. ദുരാത്മാക്കളും വ്യാധികളും നീക്കി സൗഖ്യം വന്നവർ, 7 ഭൂതങ്ങൾ വിട്ടുപോയ മഗ്ദലക്കാരത്തി മറിയ,
കൂസയുടെ ഭാര്യ യോഹന്ന, ശൂശന്ന, അവരുടെ വസ്തുവകകൾ കൊണ്ട് ശുശ്രൂഷ ചെയ്ത പല സ്ത്രീകൾ. 8-ാം അധ്യായത്തിന്റെ 1 മുതൽ 3 വരെ നമുക്കൊന്ന് വായിക്കാം. അനന്തരം അവൻ ദൈവരാജ്യം പ്രസംഗിച്ചും സുവിശേഷിച്ചും കൊണ്ട് പട്ടണം തോറും സഞ്ചരിച്ചു. അവനോട് കൂടെ 12 അവൻ ദുരാത്മാക്കളെയും വ്യാധികളെയും നീക്കി സൗഖ്യം വരുത്തിയ ചില സ്ത്രീകളും 7 ഭൂതങ്ങൾ വിട്ടുപോയ മദ്ദലക്കാരത്തി മറിയയും ഹേരോദാവിന്റെ കാര്യവിചാരകനായ കൂസയുടെ ഭാര്യ യോഹന്നയും ശൂശന്നയും തങ്ങളുടെ വസ്തുവക കൊണ്ട് അവർക്ക് ശുശ്രൂഷ ചെയ്തു പോന്ന മറ്റു പല സ്ത്രീകളും ഉണ്ടായിരുന്നു. അപ്പൊ കർത്താവായ യേശുക്രിസ്തു ഇങ്ങനെ സഞ്ചരിച്ചു പോകുമ്പോൾ തങ്ങളുടെ വസ്തുവകകൾ കൊണ്ട് ശുശ്രൂഷിച്ച, ആഹാരം വെച്ചു കൊടുത്ത ഒക്കെ ഒത്തിരി ആളുകൾ ഉണ്ടായിരുന്നു. ആ സ്ത്രീകളെ കുറിച്ചെല്ലാം ലൂക്കോസ് വളരെ ഭംഗിയായിട്ട് അവതരിപ്പിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് 10-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ 41-42 വാക്യങ്ങളിൽ ആരെ കാണുന്നുണ്ട്? മാർത്തയും മറിയയും. വളരെ വിചാരപ്പെട്ട ഒരു മാർത്ത, നല്ല അംശം തിരഞ്ഞെടുത്ത മറിയ. ഈ സ്ത്രീകളെല്ലാം ലൂക്കോസ് പരിചയപ്പെടുത്തുന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി കർത്താവ് പറഞ്ഞ ഉപമകളിലും അത്ഭുതങ്ങളിലും കൂടെ നമ്മൾ സഞ്ചരിക്കുകയാണെങ്കിൽ 13-ാം അധ്യായത്തിൻ്റെ 10 മുതൽ 17 വരെയുള്ള വാക്യങ്ങളിൽ രോഗബന്ധനം അഴിഞ്ഞ ഒരു കൂനിയായ സ്ത്രീയെക്കുറിച്ച് നാം വായിക്കുന്നു. 15-8 10 ദ്രഹ്മയുള്ള ഒരു സ്ത്രീയെക്കുറിച്ച് ഉപമയാണ് വായിക്കുന്നു. 23-ാം അധ്യായത്തിൻ്റെ 27-28 വാക്യങ്ങളിൽ യേശുവിനെ ചൊല്ലി വിലപിച്ച് മുറയിടുന്ന അനേകം സ്ത്രീകളെ നമ്മൾ കാണുന്നു. 23-55 കല്ലറയ്ക്കലെത്തിയ സ്ത്രീകളെ കാണുന്നു. 24-10 നമുക്ക് വായിക്കാം. മഗ്ദലക്കാരത്തി മറിയ, യോഹന്ന, യാക്കോബിന്റെ അമ്മ മറിയ, കൂടെയുള്ള മറ്റു സ്ത്രീകൾ. ഇവരെയൊക്കെ നമുക്ക് 24-10. അവർ ആരെന്നാൽ മഗ്ദലക്കാരി മറിയ, യോഹന്ന, യാക്കോബിന്റെ അമ്മ മറിയ എന്നിവർ തന്നെ. അവരോട് കൂടെ മറ്റു സ്ത്രീകളും അത് അപ്പസ്തോലന്മാരോട് പറഞ്ഞു. അപ്പം ഒരുപാട് സ്ത്രീകളെ കുറിച്ചുള്ള പരാമർശങ്ങൾ ലൂക്കോസിന്റെ സുവിശേഷത്തിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് ലൂക്കോസ് യേശുവിനെ മനുഷ്യപുത്രനായി അവതരിപ്പിക്കുന്നു. അത് യവനന്മാർക്ക് വേണ്ടിയായിരുന്നു. മനുഷ്യനായി തീർന്ന യേശുക്രിസ്തുവിൻ്റെ ജീവിതത്തിൽ അദ്ദേഹം എടുത്തു കാണിച്ച കാര്യങ്ങൾ നമ്മുടെ ശ്രദ്ധയിൽ വരണം. ഒന്ന്, പ്രാർത്ഥന. ലൂക്കോസിൻ്റെ സുവിശേഷം ഈസ് ഓൾസോ കോൾഡ് ഗോസ്പൽ ഓഫ് പ്രെയർ. പ്രാർത്ഥനയുടെ സുവിശേഷം എന്ന് അറിയപ്പെടുന്നുണ്ട്. കാരണം പ്രാർത്ഥനയ്ക്ക് ഇത്ര അധികം പ്രാധാന്യം നൽകിയിരിക്കുന്നു. നമ്മളും പ്രാർത്ഥിക്കണം. അതുപോലെ തന്നെ പരിശുദ്ധാത്മാവിന് വലിയ പ്രാധാന്യം കൊടുത്തിരിക്കുന്നു. നാം പരിശുദ്ധാത്മാവിൻ്റെ കൃപയിൽ ആശ്രയിക്കണം. അതുപോലെ ബലഹീനരും അശരണരുമായിട്ടുള്ള ആളുകൾക്ക് പ്രാധാന്യം നൽകിയിരിക്കുന്നു. സ്ത്രീകൾ അവിടെയാണ് വരുന്നത്. അതുകൊണ്ട് ഈ തരത്തിൽ ലൂക്കോസിന്റെ സുവിശേഷം സാംശീകരിച്ച് നാം പഠിക്കുമ്പോൾ നമുക്ക് ഈ കർത്താവിനെ ഒരു മാതൃകയാക്കിയിട്ട്, കാരണം നേരത്തെ പറഞ്ഞ കാര്യം ഓർക്കുക, അവൻ നമുക്ക് സകലത്തിലും തുല്യനായിരുന്നു. സകലത്തിലും തൻ്റെ സഹോദരന്മാരോട് തുല്യനായി തീർന്നു. അവൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിക്കാൻ കഴിയുന്നവനാണ്. സർവ്വത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവനാണ്. അതുകൊണ്ട് അവനെ മാതൃകയാക്കുവാൻ നമുക്ക് കഴിയും. നമുക്ക് വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുന്നവനുമായ ഈ യേശുവിനെ നോക്കിക്കൊണ്ട് ലൂക്കോസിൻ്റെ സുവിശേഷം പഠിച്ച് മുന്നോട്ട് പോകുവാൻ കർത്താവ് കൃപ നൽകട്ടെ. ദൈവത്തിന് സ്തോത്രം.